നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇലക്ട്രിക് ചോപ്പറിൽ ചീരയുടെ ഇല ചോപ്പ് ചെയ്യാം. ഞാൻ അതിന് മുൻപ് ക്യാരറ്റും ബീട്രൂട്ടും ചോപ്പ് ചെയ്യുന്നത് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാരോ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൽ ചീര ചോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം അതിന് മറുപടി എന്നോണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിതിൽ ചീര ചോപ്പ് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചോപ്പറാണിത്. അതായത് ഇതിൽ ഞാനിതാ ഈ ഒരു വലുപ്പത്തിൽ ഒന്ന് ചീര കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചീരയുടെ ഇലയും തണ്ടും വേറെ വേറെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ തണ്ട് ഞാനിതാ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇല കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ചോപ്പർ നമുക്ക് ഓണാക്കാം. ഇലയും ഒരുപാട് ചെറുതായിട്ടല്ല കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇലയും തണ്ടുമൊക്കെ നേരത്തെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തോർന്നു പോയതിന് ശേഷം ഉള്ളതാണിത്. അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിൽ, ഒരുപാട് ചെറുതായിട്ടല്ല ചെയ്യുന്നത്. ഒരുപാട് വലുപ്പത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബ്ലേഡൊക്കെ ഒന്ന് കുരുങ്ങുമോ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് ചോപ്പർ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നൊരു വീഡിയോയിൽ. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കാണിച്ചു പോവുകയാണ്. ഇതാണ് ചോപ്പറിൻ്റെ മോട്ടർ. ഇതൊരടപ്പ്. നല്ല പെട്ടെന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റി, പെട്ടെന്ന് അടക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ സംഭവം തന്നെയാണ് കേട്ടോ ഇത് ബ്ലേഡിനെ മൂർച്ച എന്ന് പറഞ്ഞാൽ അപാരം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ജാറ് അല്പം വലുത് തന്നെയാണ്. ഇതുപോലെ നമുക്ക് ചീരയൊക്കെ ചോപ്പ് ചെയ്യാനായിട്ട് ഇത്ര വലുത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ബ്ലേഡൊക്കെ വെച്ചിട്ട് ഞാൻ തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു, ചീരയുടെ തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു, അടപ്പുകൊണ്ട് അടച്ചിട്ട് അത് മോട്ടർ വെച്ചിട്ടുണ്ട്. ഇതുപോലെ 3 ബട്ടണാണ് ഇതിന് വരുന്നത്. നമുക്കതേ ഫസ്റ്റ് ഒരു ബട്ടണില്ലേ, ഇത് മാത്രത്തിൻ്റെ ആവശ്യം നമുക്കുള്ളൂ ഇതുപോലെ ചോപ്പ് ചെയ്യാനായിട്ട്. ചീര, പച്ചക്കറികളൊക്കെ പിന്നെ ക്യാരറ്റൊക്കെ ഇടുകയാണെങ്കിൽ രണ്ടാമത്തെ ബട്ടണിൽ ഓൺ ആക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും. ഒരു 2 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ചീര അതായത് ചരിച്ചിങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക ബ്ലേഡ് കറങ്ങുന്നത്. അപ്പോൾ അത് നമ്മുടെ തണ്ട് എത്ര സമയം എടുത്തതിൽ ഒരു 2 സെക്കൻഡ് അത്രയല്ലേ ആയുള്ളൂ. ഇവിടെ പെട്ടെന്ന് ഒരു 2-3 സെക്കൻഡ് കൊണ്ട് നമുക്കത് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സെക്കൻഡുകൾ കൊണ്ടെന്ന് നമ്മൾ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ അല്ലേ. സെക്കൻഡുകൾ മാത്രം മതി കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, നമ്മൾ കത്തി കൊണ്ട് അരിഞ്ഞെടുക്കുന്ന അതേപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മളിത് ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് ചീരയൊക്കെ തോരൻ വയ്ക്കാൻ പറ്റും. അടുത്തൊരു ബാച്ച് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ നമുക്ക് ഇതുപോലെ സ്പാച്ചില കൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അത് കുറച്ച് മാത്രമേ ഉള്ളെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് നമുക്കിത് ഇളക്കിയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇല ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇവിടെ ചോപ്പായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് കുറച്ചുകൂടി ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഒരുപാട് അങ്ങ് പൊടിയാക്കാറില്ല, തീരെ അങ്ങ് ചെറിയ ഇതായിട്ട് ഇലകളൊന്നും കട്ട് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ വാഷറുണ്ട് ഇതിന്, അപ്പോൾ നന്നായിട്ട് ഫിറ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇത് രണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇല പെട്ടെന്ന് ചോപ്പായി വന്നാലോ വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടായിട്ട് വീണ്ടും ഇട്ട് കൊടുത്തത് കേട്ടോ. ഇലയും തണ്ടും വേറെ വേറെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതാ രണ്ടാമത് ചേർത്ത ഇലയും ഇവിടെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എത്ര സമയം എടുത്തു എന്നുള്ളത്. വളരെ പെട്ടെന്ന് ഇലയും തണ്ടും ഞാനിവിടെ ചോപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ പ്ലഗ് ഞാൻ ഇവിടെ സ്വിച്ച് ബോർഡിൽ കുത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ചീരയും തണ്ടും ഇലയും ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രോഡക്റ്റ് വാങ്ങാൻ ഇഷ്ടമുള്ളവർ വാങ്ങുക, അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്